ഡൽഹിയിൽ നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ CJPയുടെ അഭിജിത് ദീപ്കയുടെയൊക്കെ സമരം ഒന്ന് തണുത്തതേ ഉള്ളൂ. ഇതാ രാജ്യത്ത് മറ്റൊരു സമരം വലിയ തീപ്പൊരിയായി ആളിക്കത്തി. BJP ഇന്ന് ബന്ദ് വരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജാർഖണ്ഡിൽ റാഞ്ചിയിൽ നടക്കുന്ന വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നത്. ജൂലൈ മാസം 25-ാം തീയതിയാണ്. ഏകദേശം 10-15 ദിവസം മുമ്പാണ് അവിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് JPSC JSSCയുടെ പരീക്ഷാ പേപ്പർ ലീക്കേജുമായി ബന്ധപ്പെടുത്തി വലിയ സമരം നടക്കുന്നത്. ജൂലൈ മാസം അവസാനത്തിൽ അതിൻ്റെ പ്രതിഷേധം നീണ്ടുപോവുകയും വിദ്യാർത്ഥികൾ പരീക്ഷാ സംവിധാനത്തിൻ്റെ സുതാര്യതയും അതുപോലെ തന്നെ അന്വേഷണവും ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലാണ്. ഓഗസ്റ്റ് 7-ന് പ്രതിഷേധം 14-ാം ദിവസത്തിലേക്ക് എത്തിയപ്പോൾ വളരെ വലിയ പ്രതിഷേധമാണ് അവിടെ സംഭവിച്ചത്. വിദ്യാർത്ഥികൾ അനിശ്ചിതകാല നിരാഹാര സമരവും തുടങ്ങി. സർക്കാർ വിദ്യാർത്ഥി പ്രതിനിധികൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 8 ആയപ്പോൾ സർക്കാർ വിവിധ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തി. എന്നാൽ സർക്കാർ പറയുന്ന ഭൂരിഭാഗം ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നാണ്. സമരക്കാർ അവരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പം രണ്ട് കൂട്ടരും രണ്ട് പോയിന്റിൽ നിൽക്കുകയാണ്. സർക്കാർ പറയുന്നു എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു, പക്ഷെ മറ്റവർ പറയുന്നു അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്. ഓഗസ്റ്റ് 9-ന് JPSCയിലെ 3 അംഗങ്ങൾ രാജിവെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അപ്പോൾ ഓഗസ്റ്റ് 10-ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ജാർഖണ്ഡ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു, ലാത്തി അടിച്ചു, വാട്ടർ ക്യാനൻ ഉപയോഗിച്ചു. അങ്ങനെ പല രൂപത്തിൽ വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഓഗസ്റ്റ് 11-ന് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് BJP സംസ്ഥാന വ്യാപകമായി ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ സമരമാണ് അവിടെ നടക്കുന്നത്. ജാർഖണ്ഡിൽ വലിയ സമരം, വിദ്യാർത്ഥി സമരമാണ് നടക്കുന്നത്. അതിനിടയിൽ നിരാഹാരം നടക്കുന്നുണ്ട്. നിരാഹാരവും വലിയ വിഷയമാണ്. അദ്ദേഹത്തിന് ആരോഗ്യനില, നിരാഹാരമിരിക്കുന്ന വിദ്യാർത്ഥി നേതാവിൻ്റെ ആരോഗ്യനില വളരെ പ്രതിശക്തിയിലാണ്. അതുകൊണ്ട് വളരെ വലിയ പ്രശ്നമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജാർഖണ്ഡിൽ സംഭവിക്കുന്നത് വലിയ സമരമാണ്. പഞ്ചാബിലും ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുണ്ടായിരുന്നു. കർണാടകത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ജാർഖണ്ഡിൽ JMM ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് പ്രധാന ഭരണകക്ഷി. ഹേമന്ത് സോറനാണ് മുഖ്യമന്ത്രി. JMM കോൺഗ്രസ്, RJD, CPM ഉൾപ്പെടുന്നൊരു സഖ്യമാണ് അവിടെ ഭരിക്കുന്നത്. നിയമസഭയിൽ ഈ സഖ്യത്തിന് 56 സീറ്റുകളുണ്ട്. BJP ആണ് പ്രധാന പ്രതിപക്ഷം. അതുകൊണ്ട് ഇപ്പോൾ പേപ്പർ ലീക്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്തല്ല ഉണ്ടായിട്ടുള്ളത്, JMM ഭരിക്കുന്ന സംസ്ഥാനത്താണ്. അതിനെ ഡൽഹിയിൽ CJP സമരം ചെയ്തെങ്കിൽ ഇവിടെ ജാർഖണ്ഡിൽ BJP ആണ് ശക്തമായ സമരരംഗത്തുള്ള ഇതും അതുപോലെ വിദ്യാർത്ഥി സംഘടനകളും. തീർച്ചയായിട്ടും ഈ രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായത്തിൽ സമഗ്രമായ പൊളിച്ചെഴുത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഓരോ സമരവും തെളിയിക്കുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് തെരുവിൽ സമരം ചെയ്യുന്നത്. ഡൽഹിയിൽ നടന്ന സമരം രാജ്യത്താകെ ശ്രദ്ധിച്ച, ലോകമാകെ ശ്രദ്ധിച്ച വലിയ സമരമാണ് ഡൽഹിയിൽ നടന്നത്. അതിന് സമാനമായി ജാർഖണ്ഡിൽ വളരെ വലിയ സമരം നടക്കുന്നു. പക്ഷേ നമ്മുടെ ചാനലുകളൊന്നും അത്ര കണ്ട സമരത്തെ എക്സ്പോസ് ചെയ്യുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. പക്ഷെ എന്തായാലും ജാർഖണ്ഡിൽ വലിയ സമരമാണ് നടക്കുന്നത്. അവിടെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ഹേമന്ത് സോറനെതിരെ ശക്തമായ സമരമാണ് നടക്കുന്നത്. അവിടെ JSS ആളുകൾ രാജിവെച്ചു, 3 പേർ രാജിവെച്ചു എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും JPSCയിലെ 3 പേർ രാജിവെച്ചു. അപ്പോഴും ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ആളുകളാണ് രാജിവെച്ചത്. പക്ഷെ അപ്പോഴും ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് UPSC ആയാലും പിന്നെ സ്റ്റേറ്റ് PSCകളായാലും ചോദ്യപേപ്പർ ചോർച്ച വളരെ വലിയ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഹൈസ്കൂൾ സ്കൂൾ കോളേജ് പരീക്ഷകൾ നടക്കുന്നതിലും എൻട്രൻസ് എക്സാമൊക്കെ നടക്കുന്നതിൽ വളരെ വലിയ ചോർച്ചയാണ് നടക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജാണ് നടക്കുന്നത്. കേരളത്തിലെ PSCയിൽ നടന്നതിൻ്റെ തർക്കം ഇപ്പോഴത്തെ ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. പ്ലാനിംഗ് ബോർഡിൻ്റെ തർക്കവുമായി ബന്ധപ്പെടുത്തി കേരളത്തിലെ തർക്കം ഹൈക്കോടതി കയറിയിരിക്കുകയാണ്. അപ്പോൾ രാജ്യത്ത് എവിടെ എടുത്താലും ഈ പേപ്പർ ലീക്കേജും അതുപോലുള്ള കാര്യങ്ങൾ വരുന്നു. സമഗ്രമായ ബില്ല് എല്ലാ സംസ്ഥാനങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട്. കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണം. PSC അംഗങ്ങളായി റിക്രൂട്ട് ചെയ്യുന്നവരെ വളരെ കൃത്യമായ ആരെങ്കിലും പൊളിറ്റിക്കൽ അഫിലിയേഷൻ വെച്ചുകൊണ്ട് PSCയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യരുത്. അത് വളരെ കൃത്യമായ ഒരു ഇടപെടലിലൂടെ വേണം ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം. എന്തായാലും രാജ്യത്ത് വലിയ സമരമാണ് പല സ്റ്റേറ്റുകളിൽ നടക്കുന്നത്. ഇപ്പോൾ ഇത് ജാർഖണ്ഡിലായി. പഞ്ചാബിൽ സമരം ചെയ്യുന്ന അഭിജിത് ദീപ്കയും സംഘവും പറഞ്ഞെങ്കിലും സമരത്തിലിട്ട് പോയിട്ടില്ല. എന്തായാലും ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിൽ പേപ്പർ ചോർച്ച അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലീക്കേജ് സംഭവിക്കുന്നു. പരീക്ഷകൾ മാറ്റിവെക്കേണ്ടി വരുന്നു.
നന്നായി പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് മാനസിക സംഘർഷം വരുന്നു. അടുത്ത പരീക്ഷ പ്രയാസമായ കുട്ടികൾക്ക് വലിയ സങ്കടം. ആദ്യത്തെ പരീക്ഷ പ്രയാസമായിരുന്നവർക്ക് സങ്കടം വരുന്നു. ആദ്യത്തെ പരീക്ഷ എളുപ്പമായിരുന്നവർക്ക് അതിൽ സന്തോഷം വരും. പിന്നെ ആ പരീക്ഷ പ്രയാസമാകുമ്പോൾ അവർക്ക് സങ്കടം വരുന്നു. അങ്ങനെ കുറേ കുട്ടികളെ മാറിയും തിരിഞ്ഞും സന്തോഷത്തിലും സങ്കടത്തിലൊക്കെ ആക്കുന്ന 20ഓളം കുട്ടികളാണ് നേരത്തെ ഈ CJP സമരത്തിനും ആധാരമായിട്ടുള്ള പരീക്ഷാ ലീക്കേജിൽ 20 കുട്ടികളാണ് നീറ്റ് പരീക്ഷയിൽ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഇത് വളരെ വലിയ ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി രാജ്യത്തെ കാർന്നു തിന്നുകയാണ്. കൃത്യമായ നടപടികളും നിയമങ്ങളും പരിഷ്കാരങ്ങളും ചട്ടങ്ങളും ആക്റ്റുകളും വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതൊരു ആവശ്യമാണ് കാലത്തിൻ്റെ. തീർച്ചയായിട്ടും അങ്ങനെ വരട്ടെ.